ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് 90% ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ ഇഷാന പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. തുടർന്ന് ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. പലരും സ്വന്തമായിട്ടൊരു കുഞ്ഞു വന്നതിന് ശേഷം അഡോപ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളെയൊന്നും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ആകില്ല ഡോക്ടർ. എപ്പോഴും അവൾ തന്നെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ്. പിന്നെ ഡോക്ടറിനോട് നന്ദിയുണ്ടെന്ന് അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നന്ദി പറയേണ്ടത് എന്നോടല്ല, ഡോക്ടർ സന്ധ്യയോട് തന്നെയാ. സന്ധ്യ ഇത്രയുമൊക്കെ ചെയ്തു വെച്ചത് കൊണ്ടല്ലേ എനിക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമായത്. എന്താണെങ്കിലും കുറച്ച് ടെസ്റ്റ് കൂടി ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ വിളിപ്പിക്കാമെന്ന് ഡോക്ടർ പറയുമ്പോൾ സച്ചിയും അർച്ചനയും സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷ് എന്തോ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ സ്നേഹ ചോദിക്കുകയാണ്, കുറേ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്, എന്താ ഇത്രയ്ക്കും ആലോചിക്കാൻ? അത് പിന്നെ ഞാനിപ്പോൾ ഒരു കുടുംബസ്ഥനായില്ലേ, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണ്ടേ. എന്താ എന്നിട്ട് മനസ്സിൽ വല്ല ആലോചനയുമുണ്ടോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ പാർട്ട്ണറാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40% പ്രോഫിറ്റ് നമുക്കും ബാക്കി അവർക്കുമാണെന്ന് ധനുഷ് പറയുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്നൊക്കെ സ്നേഹ ചോദിക്കുന്നു. അതേടോ, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവരാണെന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, എന്നാലും എൻ്റെ അച്ഛൻ ബിസിനസ്സൊക്കെ ആകുമ്പോൾ ധനുഷ് ഒരു കോഫി ഷോപ്പ് തുടങ്ങുന്നത് എന്താ, തനിക്കതിലെന്തെങ്കിലും നാണക്കേടുണ്ടോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്നതിലും എനിക്കൊരു കുഴപ്പവുമില്ലെന്നും വേണമെങ്കിൽ കോഫി ഷോപ്പിൽ ഞാനും കൂടി വരാമെന്നും സ്നേഹ പറയുന്നു. എന്താണെങ്കിലും പ്രൊജക്റ്റ് ഒന്നുകൂടി ഫൈനലാകട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് ധനുഷ് പറയുമ്പോൾ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് സ്നേഹ പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹ അർച്ചനയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്നും എനിക്കതിൽ മടിയൊന്നുമില്ലെന്ന് സച്ചി പറയുമ്പോൾ എൻ്റെ ഗോൾഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ധനുഷ് സമ്മതിക്കുന്നില്ലെന്നും പിന്നെ ഏട്ടൻ പൈസ തന്നാൽ വാങ്ങിക്കത്തില്ലെന്നും സ്നേഹ പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ അവരുടെ മുറിയിൽ നിന്നും ധനുഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവര് വിവാഹത്തിന് മുന്നേ പ്രണയിച്ചു തുടങ്ങി, ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് അർച്ചന പറയുമ്പോൾ നമ്മളോ വിവാഹം കഴിഞ്ഞ് പ്രണയിച്ചു തുടങ്ങി, ഇപ്പോഴും പ്രണയിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അർച്ചന സന്തോഷത്തോടെ സച്ചിയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. നേരം രാത്രിയാകുന്നു. അതെ, മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്താണെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യമാ ഞാൻ പറഞ്ഞതെന്ന് സ്നേഹ പറയുന്നു. അതൊക്കെ പിന്നീടാകാമെന്നല്ലേ നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാ, പക്ഷേ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളെന്ന് സ്നേഹ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിന് മരുന്നെടുത്തു കൊടുക്കുന്ന അർച്ചനയെയാണ്. മോളെ, ധനുഷിന്റെ ഭാവി പരിപാടി എന്താ, അവരെന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് സേതു ചോദിക്കുമ്പോൾ കോഫി ഷോപ്പ് തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ അർച്ചന സേതുവിനോട് പറയുകയാണ്. ധനുഷ് നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലേ മോളെ, സ്നേഹമുള്ളവനാണെന്ന് സേതു പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് അർച്ചന. അപ്പോ എനിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സമയമായി അല്ലേ മോളെ എന്ന് സേതു ചോദിക്കുമ്പോൾ അവര് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളെന്നും അച്ഛനെല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ മതിയെന്നും അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ കുഞ്ഞ് നിർത്താതെ കരയുന്നതാണ്. സച്ചേട്ടാ, പാല് തീർന്നല്ലോ, ഞാൻ പോയി എടുത്തിട്ട് വരാം, സച്ചേട്ടൻ അവളെ ഒന്ന് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന അടുക്കളയിലേക്ക് പോകുന്നു. അങ്ങനെ അർച്ചന കുഞ്ഞിന്റെ ബോട്ടിൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് സംസാരിക്കുന്ന ധനുഷിനെയും അവന്തികയും കാണുന്നത്. ഇവർ തമ്മിൽ എന്താണെന്ന് ഇന്ന് തന്നെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം അവന്തിക ധനുഷിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നെല്ലിശ്ശേരിയിലേക്ക് വന്നതേ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ സകല സ്വത്തുക്കളും സ്വന്തമാക്കി ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാ. നീയേ എല്ലാവരുടെ മുമ്പില് നല്ല പിള്ള ചമഞ്ഞ് സ്നേഹയുടെ ഭർത്താവാകാനൊന്നും ശ്രമിക്കണ്ട, അതൊന്നും ഞാൻ ഒരിക്കലും നടത്താനും പോകുന്നില്ലെന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് അവന്തികയോട് പറയുകയാണ്, ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പട്ടിയുടെ വാല് എത്ര നാൾ കുഴലിട്ടാലും നേരാകില്ലെന്ന് പറയുന്നത് സത്യം തന്നെയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നീ. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.